അവസ്ഥ വരരുത്. അള്ളാഹുവിനോട് ഹലാല് കൊണ്ട് ഗിനയെ ഐശ്വര്യത്തെ ചോദിക്കുകയും ചെയ്യണം. അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സമ്പത്ത് കൊണ്ട് ഫിത്ന വന്ന മനുഷ്യനാണ് ആ തോട്ടത്തിന്റെ ഉടമ. മൂന്നാമത്തേത് ഫിത്നത്തുൽ ഇൽമ്. ഇൽമ കൊണ്ടുണ്ടാകുന്ന ഫിത്നയുണ്ട്. ആ ഫിത്ന വല്ലാണ്ട് കൂടിയ കാലമാണ് ഫിത്നത്തുൽ ഇൽം. ഇൽമുള്ളവരും തലകെട്ട് കെട്ടിയവരൊക്കെ തന്നെയാണ് വലിയ ഫിത്നക്ക് നേതൃത്വം കൊടുക്കുന്നത്. നാട്ടിലും മഹല്ലുകളിലും എല്ലായിടത്തും ഓൺലൈനും ഓഫ്ലൈനും ഒക്കെ ഫിത്നകളാണ്. ഫിത്നത്തുൽ ഇൽം ഇതൊരു വലിയ ഫിത്നയാണ്. ആ ഫിത്നയെ അതിജീവിക്കാനുള്ള മരുന്ന് എന്താണ്? അതിനുള്ള പ്രതിവിധി എന്താണ്? മഹാനായ മൂസ നബി അലൈഹിസ്സലാമിന്റെയും ഖിദ്ർ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെയും സംഭവത്തിൽ അല്ലാഹു പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഫിത്നയിലേക്കുള്ള സൂചനയാണ് മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം. നാലാമത്തേത് ഫിത്നത്തുസ് സൽത്ത. അധികാരം കൊണ്ടുണ്ടാകുന്ന ഒരു ഫിത്നയുണ്ട്. അധികാരം ഉണ്ടാകുമ്പോഴേ നാട് ഭരിക്കുന്ന ആളുകൾക്ക് തോന്നുന്ന ഒരു ഫിത്നയുണ്ട്. ഒരു തരം അഹങ്കാരമുണ്ട്. ഒരാൾക്ക് അധികാരം നൽകിയാൽ അധികാരം കൊണ്ട് ആ മനുഷ്യന്റെ സ്വഭാവം മോശമായി പോകുന്നത്. എത്രയോ ആളുകൾ അങ്ങനെ കാണും. നിങ്ങൾക്ക് കൂടെ ജോലി ചെയ്യുന്ന ആളുകൾ, സാധാരണ ഒരു എംപ്ലോയി ആയി ജോലി ഒരു കുഴപ്പമില്ല, അയാളെ വിളിച്ച് സൂപ്പർവൈസർ ആക്കി വെക്കുമ്പോ യാ അല്ലാഹ് ബാക്കിയുള്ളവർക്കൊന്നും നിൽക്കാൻ വയ്യ. ഫിത്നത്തുസ് സൽത്ത. അധികാരം അല്ലാഹു നൽകുമ്പോൾ ഒരു മനുഷ്യന്റെ ഖൽബിലേക്ക് ചില ചിന്തകൾ വരും. അത് ഫിത്നയാണ്. ആ ഫിത്നയെ എങ്ങനെ അതിജീവിക്കണം? ഈ 4 ഫിത്നകളും പറഞ്ഞു തന്ന് അതിന്റെ ഇടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പിശാചിന്റെ ചരിത്രം പറയുന്നുണ്ട്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ മടി കാണിച്ച പിശാചിന്റെ ചരിത്രം പറയുന്നുണ്ട്. 50-ാമത്തെ ആയത്താണ്. മൊത്തം സൂറത്തിൽ എടുത്ത് നോക്കിയാൽ അതിന്റെ ഏകദേശം നേർപകുതിയിലാണ് അല്ലാഹു തആല പിശാചിന്റെയും ആദം നബി അലൈഹിസ്സലാമിന്റെയും ആ സംഭവം വിവരിക്കുന്നത്. അതുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറഞ്ഞു, ഈ 2 ഫിത്നകളും, ഒന്ന് ഫിത്നത്തു ദീൻ, ദീനിൽ വരുന്ന ഫിത്നയും സമ്പത്ത് കൊണ്ടുണ്ടാകുന്ന ഫിത്നയും കഴിഞ്ഞ് പിശാചിന്റെ ചരിത്രം പറഞ്ഞു. പിന്നെ 2 ഫിത്ന വേറെയും, ഇൽമു കൊണ്ടുണ്ടാകുന്ന ഫിത്നയും അധികാരം കൊണ്ടുണ്ടാകുന്ന ഫിത്നയും. ദുൽഖർനയുടെ ചരിത്രം അതാണ്. മൂസ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രമാണ് ഇൽമിന്റെ ഫിത്നയെ സംബന്ധിച്ചുള്ള സൂചന. അതിന്റെ ഇടയിൽ പിശാചിന്റെ ചരിത്രം പറഞ്ഞു. പിശാചാണ് ഇത് രണ്ടും. 4 ഫിത്നകളുടെയും ഉറവിടം പിശാചിന്റെ ഇടപെടലാണ്. അതുകൊണ്ട് നിങ്ങൾ അവനെ സൂക്ഷിക്കണേ എന്ന് പറയാൻ സൂറത്തിന്റെ നേർപകുതിയിൽ അല്ലാഹു തആല ആ സംഭവം കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. അത് മാത്രമല്ല, പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറയുടെ പ്രത്യേകമായ ഒരു സ്ഥാനം പറഞ്ഞിട്ടുള്ളത്, മൻ ഖറഅ ബിസ്മില്ലാഹ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഫീ സ്വഹീഹി മുസ്ലിം അൻ അബി ദർദാ റളിയല്ലാഹു തആല അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ മൻ ഹഫിള 10 ആയാതിൻ മിൻ അവ്വലി സൂറത്തുൽ കഹ്ഫ്. സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യത്തെ 10 ആയത്തുകൾ ആരെങ്കിലും മനഃപാഠമാക്കിയാൽ, അടുത്ത ആഴ്ചത്തേക്കുള്ള ഹോംവർക്ക് അതാണ്. ഹോംവർക്ക് ഒക്കെ ഉണ്ടായിക്കൂടെ? കുഴപ്പമില്ലല്ലോ. ചെക്ക് ചെയ്യാനുള്ള നേരമൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചെക്ക് ചെയ്യുക. അപ്പോ ആദ്യത്തെ 10 ആയത്ത് അടിയന്തരമായി ഹിഫ്ളാക്കണം. അതെ, എനിക്ക് മുഴുവൻ തന്നെ ഹിഫ്ളുണ്ടല്ലോ, ആയിക്കോട്ടെ, അൽഹംദുലില്ലാഹ്. അതുള്ളവരെ ഉറപ്പിച്ചു വെക്കുക. പഠിക്കാത്തവരെന്ത് ചെയ്യുക, ആദ്യത്തെ 10 ആയത്തുകൾ പഠിക്കുക. ഇനി അടുത്ത ആഴ്ച ചോദ്യം ഉണ്ടാവും, പരീക്ഷ ഉണ്ടാവും വെച്ച് വരാക്കണ്ട കേട്ടോ, ഒന്നും ഉണ്ടാവില്ല. നിങ്ങൾ പഠിച്ച സൗകര്യമാണ്, പഠിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ആദ്യത്തെ 10 ആയത്ത് എന്ന് പറഞ്ഞാൽ വഹയ്യ ലനാ മിൻ അംരിനാ റഷദാ. അതുവരെയുള്ള ആയത്ത് ആരെങ്കിലും മനഃപാഠമാക്കിയാൽ മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹു കാവൽ നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവലുണ്ടാകും ഈ 10 ആയത്തുകൾ ഓതിയാൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞു, ഫമൻ അദ്റക, മസീഹുദ് ദജ്ജാൽ ഏതെങ്കിലും ഒരു സമൂഹത്തിൽ വരികയും ഞാനെന്ന് ജീവിച്ചിരിപ്പുണ്ടാവുകയുമെങ്കിൽ ഫഇന്നി ഹജീജുഹു ദൂനകും, ഞാൻ ജീവിച്ചിരിപ്പുള്ള കാലത്താണ് മസീഹുദ് ദജ്ജാൽ വരുന്നതെങ്കിൽ അവന്റെ ഒരു ഫിത്നയും നിങ്ങൾ കേൾക്കാതെ ഞാൻ നിങ്ങൾക്ക് കാവൽ തരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി മസീഹുദ് ദജ്ജാൽ എന്ന ലോകം കണ്ട ഏറ്റവും വലിയ ഫിത്ന, മസീഹുദ് ദജ്ജാൽ വരുമ്പോ ഞാൻ ജീവിച്ചിരിപ്പില്ല എങ്കിൽ ഫകുല്ലു ഇംറിഇൻ ഹജീജു നഫ്സിഹി, നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ തടിയെ കാത്തുകൊള്ളണം. ഞാനില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ നോക്കണം. നിങ്ങൾ ചെയ്യേണ്ടത് ഇഖ്റഉ അലൈഹി ഫവാതിഹ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗങ്ങൾ എന്ന് പറഞ്ഞ ഈ ആദ്യത്തെ 10 ആയത്തുകൾ നിങ്ങൾ അവനെ കാണുമ്പോഴേക്കും ഓതി തുടങ്ങിയാൽ അവന്റെ ഫിത്ന നിങ്ങൾക്ക് വരികയില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
വസല്ലം. ഫമൻ അദ്റക, ആരെങ്കിലും യഅനി ദജ്ജാൽ, ദജ്ജാലിനെ കണ്ടാൽ ഫൽയഖറ അലൈഹി ഫവാതിഹ സൂറത്തുൽ കഹ്ഫ്, സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗം ഓതണമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ഖറഅ 10 ആയാതിൻ മിൻ സൂറത്തുൽ കഹ്ഫ് ഹിഫ്ളൻ ലം തദുറഹു ഫിത്നത്തുദ് ദജ്ജാൽ, അല്ലാഹുവിൽ നിന്ന് കാവൽ ചോദിക്കാനുള്ള സൂറയാണ് സൂറത്തുൽ കഹ്ഫ്. കാവലാണ്. സൂറത്തുൽ ഹിഫ്ള് എന്ന് പറയും ഈ സൂറക്ക്. കാവലാണ്. നമുക്ക് എന്തെങ്കിലും ഫിത്ന വരുന്നുണ്ട്, ഒരു പേടി തോന്നുന്നു, ആരൊക്കെയോ എന്തൊക്കെയോ അപായപ്പെടുത്തുന്നുവോ എന്ന് പേടി തോന്നുന്നു, സൂറത്തുൽ കഹ്ഫ് അതിനുള്ള പ്രതിവിധിയാണ്. സൂറത്തുൽ ഹിഫ്ളാണ്. ഹിഫ്ളിന്റെ ആയത്തുകളാണ് സൂറത്തുൽ കഹ്ഫ്. പ്രൊട്ടക്ഷനാണ്, അഭയം നൽകുന്ന സൂറയാണിത്. എന്തെങ്കിലും ഒരു പേടിയോ ഭയം ഉണ്ടാകുമ്പോൾ ആൾക്കാർ കള്ളുടിക്കാൻ നടക്കും അല്ലെ? കള്ളുടിക്കുമ്പോഴേക്കും നല്ല മൂഡ് വരുമെന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ചിലർ നിരന്തരമായി പാട്ട് കേട്ട് നടക്കും. അത് കേൾക്കുമ്പോൾ പഴയതൊക്കെ മറക്കും, ഒരു ആശ്വാസം. അതൊന്നും ആശ്വാസമില്ല, സമാധാനം കിട്ടൂല, കുറ്റങ്ങളും ശിക്ഷയെ വർദ്ധിക്കുകയുള്ളൂ. സൂറത്തുൽ കഹ്ഫ് എടുത്ത് ഓതുക. ഹിഫ്ളാൻ. മസീഹു ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് വരെ അല്ലാഹു തആല കാവൽ കൊടുക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതിലും വലിയ ഫിത്ന വേറെ ഇല്ലല്ലോ. ലോക മുസ്ലിമീങ്ങൾ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഫിത്ന മസീഹു ദജ്ജാലിന്റെ ഫിത്നയാണ്. അതിൽ നിന്ന് പോലും അല്ലാഹു തആല കാവൽ തരുമെന്ന് പറഞ്ഞ സൂറയാണ്. അതുകൊണ്ട് ഈ സൂറത്തിന് സൂറത്തുൽ ഹിഫ്ള്, സംരക്ഷണത്തിന്റെ സൂറ എന്ന് ഉലമാ ഇതിനെ പേര് വെച്ചിട്ടുണ്ട്. അല്ലാഹു തആല അത് പതിവായി ഓതുന്നവരിൽ അല്ലാഹു നമ്മെ പെടുത്തി തരട്ടെ. മൻ ഖറഅ സൂറത്തുൽ കഹ്ഫ് ഫീ യൗമിൽ ജുമുഅ, ജുമുഅ ദിവസം ആരെങ്കിലും സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ സുതിഅ ലഹു നൂറുൻ മിൻ തഹ്തി ഖദമിഹി ഇലാ അനാനിസ് സമാ യുളീഉ ലഹു യൗമൽ ഖിയാമഹ വഗുഫിറ ലഹു മാ ബൈന ജുമുഅതൈൻ. സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ വെള്ളിയാഴ്ച ദിവസം, വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച സൂര്യൻ അസ്തമിച്ചാൽ പിന്നെ വെള്ളിയാഴ്ച. അത് കാസർഗോട്ടൊക്കെ ശരിക്കും അറിയുള്ളൂ. വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രി എന്ന് അവർ പറയാം. നമ്മൾ മലപ്പുറത്തൊക്കെ വ്യാഴാഴ്ച രാത്രിയാണ് പരിപാടി. കാസർഗോട്ടർ അങ്ങനെ പറഞ്ഞു. വ്യാഴാഴ്ച രാത്രി എന്ന് പറഞ്ഞാൽ എങ്ങനെ? ബുധനാഴ്ച അസ്തമിച്ച വ്യാഴാഴ്ച രാത്രിയാണോ അല്ല വ്യാഴാഴ്ച അസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയാണോ എന്ന് തിരിച്ചു ചോദിക്കും. ശരിക്കും അത് വെള്ളിയാഴ്ച രാത്രിയാണ്. വ്യാഴാഴ്ച അസ്തമിച്ചാൽ പിന്നെ വെള്ളിയാഴ്ച രാത്രിയാണ് അല്ലെ ഉസ്മാൻ? അങ്ങനെയല്ലേ വലിയപാടിയിലൊക്കെ? അപ്പോ അത് വെള്ളിയാഴ്ച. നമ്മുടെ ദിവസം ആരംഭിക്കുന്ന അസ്തമയത്തോടുകൂടി രാത്രി കൊണ്ടാണ് അറബ് കണക്ക് പ്രകാരം ദിവസം ആരംഭിക്കുന്നത്. ഈ രാത്രി ഇപ്പോ ശനിയാഴ്ച രാത്രിയല്ല, ഇത് ഞായറാഴ്ചയുടെ രാത്രിയാണ്. നാളത്തെ രാത്രി തിങ്കളാഴ്ചയുടെ രാത്രിയാണ്. അങ്ങനെയാ പോവാ. അപ്പോ സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഓതാൻ പറ്റും. മഹാന്മാരായ നമ്മുടെ സ്വാലിഹീങ്ങളായ ആളുകളൊക്കെ 3 അൽഖഫ് ഓതുന്നതാണ്. സാറേ 3 പോയിട്ട് 3ലൊന്നും ഓതിയാൽ മതിയായിരുന്നു എന്ന കാരണം 3 ഓതും. ഒന്ന് മഗ്രിബിന്റെ ശേഷം അല്ലെങ്കിൽ ഇശാഇന്റെ ശേഷം, ആ രാത്രിയിൽ ഒന്ന് ഓതുക. വ്യാഴാഴ്ച അസ്തമിച്ച ആ രാത്രി, വെള്ളിയാഴ്ച രാവിലെ ഒന്ന് ഓതും. പിന്നെ ജുമുഅന്റെ മുമ്പ് സമയം കിട്ടിയാൽ ഒന്ന്. പിന്നെ ജുമുഅ കഴിഞ്ഞ് അസർ ളുഹറിന്റെ ഇടയിലോ അല്ലെങ്കിൽ അസർ മഗ്രിബിന്റെ ഇടയിലോ അസ്തമിക്കുന്നതിന് മുമ്പ്, വെള്ളിയാഴ്ച സൂര്യൻ അസ്തമിച്ച വെള്ളിയാഴ്ച തീർന്നു, അതിന്റെ ഇടയിൽ. അപ്പൊ ഈ വ്യാഴാഴ്ചയുടെ അസ്തമയം മുതൽ വെള്ളിയാഴ്ചയുടെ അസ്തമയത്തിനിടയിൽ എപ്പോഴെങ്കിലും ഒരു തവണ സൂറത്തുൽ കഹ്ഫ് ഓതിയാൽ ഈ പറഞ്ഞ പുണ്യം ലഭിക്കും. സാധിക്കുമെങ്കിൽ ഇതിൽ ഏതെങ്കിലും ഒരു സമയത്ത് 3 സമയങ്ങളിലായി ഓരോന്ന് ഓതാൻ കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ്. സാധിക്കുമെങ്കിൽ ഇപ്പം ഓതി നോക്കുക. ചിലപ്പോൾ കുറെ സമയം വലിയ തിരക്കും ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ സാധിച്ചില്ല എന്ന് വരും. സൗകര്യം ഉണ്ടാവുമ്പോൾ ചെയ്ത്, സൗകര്യം ഇല്ലാത്ത സമയത്ത് ചെയ്യാൻ പറ്റാതെ വന്നാൽ അല്ലാഹു തആല ആ ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത അതേ കൂലി അല്ലാഹു കൊടുക്കുന്ന. രോഗിയായൊരു മനുഷ്യൻ എപ്പോഴും ജമാഅത്തിന് പോകുന്ന ആളാന്ന് വിചാരിക്കുക. ചിലർ അങ്ങനെ പറയും, വാപ്പാക്ക് ഇപ്പൊ പോകാൻ പറ്റുന്നില്ല, വാപ്പ അവല് വക്തിന് പള്ളിക്ക് എത്തുന്ന വാപ്പയായിരുന്നു, വാപ്പാക്ക് ഇപ്പൊ വയ്യ, കിടപ്പിലാണ്. ഒരു വിഷമമില്ല, വാപ്പ ആരോഗ്യമുള്ള സമയത്ത് ചെയ്തിരുന്നോ എന്ന കിടപ്പിലായാൽ വാപ്പ ഒരു പണിയും ചെയ്യാതെ അതിന്റെ കൂലി അല്ലാഹു കൊടുത്തുകൊണ്ടിരിക്കുന്നു. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അത് ഓതി കഴിഞ്ഞാൽ സുതിഅ ലഹു നൂറുൻ മിൻ തഹ്തി ഖദമിഹി ഇലാ അനാനിസ് സമാ, കാലിന്റെ താഴ്ഭാഗത്ത് നിന്ന് ആകാശത്തിന്റെ അറ്റത്തേക്ക് ഒരു പ്രകാശം അല്ലാഹു തആല ഉണ്ടാക്കി വെക്കും. യുളീഉ ലഹു യൗമൽ ഖിയാമ, ആ പ്രകാശം അന്ത്യനാളിൽ അവന് പ്രഭയായി അല്ലാഹു മാറ്റിക്കൊടുക്കും. വഗുഫിറ ലഹു മാ ബൈന ജുമുഅതൈൻ, 2 ജുമുഅക്കടയിലുള്ള തെറ്റുകളിൽ ചെറുദോഷങ്ങൾ, ചെറുപാപങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുകയും ചെയ്യും. ഭയങ്കര ഭാഗ്യല്ലേ? 2 ജുമുഅ, അൽ ജുമുഅതു ഇലൽ ജുമുഅ വൽ ഉംറതു ഇലൽ ഉംറ വറമളാനു ഇലാ റമളാൻ കഫാറത്തുൻ ലിമാ ബൈനഹുമാ ഇദാ ജ്തുനിബത്തിൽ കബായിർ. ഒരു റമളാൻ മുതൽ അടുത്ത റമളാൻ വരെ, ഒരു ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെ, ഒരു ഉംറ ചെയ്ത് അടുത്ത ഉംറ വരെ, ഇതൊക്കെ അല്ലാഹു സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇടയിലുള്ള ചെറുപാപങ്ങൾ ഈ 2 അമലുകളെ കൊണ്ട് അല്ലാഹു പുറത്തു തരും. വൻ പാപങ്ങൾ ചെയ്യാതിരുന്നാൽ എന്ന് പരിശുദ്ധ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്രയും പുണ്യമുള്ള ഒരു സൂറയാണ് ഈ പരിശുദ്ധമായ സൂറത്തുൽ കഹ്ഫ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിന്റെ പുണ്യം കിട്ടുന്നവരിൽ അല്ലാഹു നമ്മെ ചേർത്തി തരട്ടെ.
അതിൻ്റെ പ്രതിവിധിയിലേക്ക് കടക്കുകയാണ്. സമയം നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ തുടങ്ങിയത് 9:13 10:10 ഒരു മണിക്കൂർ കൃത്യമായി ആയി തുടങ്ങി. 2 മിനിറ്റ് ഒരു മണിക്കൂറിന് ബാക്കിയുള്ളൂ. ഇൻഷാ അല്ലാഹ് നമ്മളിങ്ങനെ പോവുകയാണെങ്കിൽ ഒരു 10:35 35 40 ഇൻഷാ അല്ലാഹ് നമുക്ക് അവസാനിപ്പിക്കാം. നേരം വെക്കോ? പ്രയാസം ഉണ്ടാവോ? 1.5 മണിക്കൂറെങ്കിലും വേണ്ടേ? നല്ലപോലെ മുതലാവുള്ളൂ. നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ദുബൈയിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട്. അള്ളാഹു അവരുടെ യാത്രയിലൊക്കെ ഖൈർ ചെയ്യട്ടെ. അവരുടെ ആ സദുദ്ദേശം അള്ളാഹു നിറവേറ്റി കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ്. ഒരു സ്വലാത്തും കൂടെ ചൊല്ലാം. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇരിക്കേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സൂറയിൽ നിന്ന് ഹിഫ്ദ് പഠിപ്പിച്ചു തന്നു, എങ്ങനെയൊക്കെ സംരക്ഷണം ലഭിക്കുമെന്ന്. ദീനിൽ ഒരു ഫിത്നയുണ്ടായാൽ ആ ഫിത്ന അതിജീവിക്കാൻ ഒരു മനുഷ്യന് ആ നാട്ടിൽ സാധ്യമല്ലെങ്കിൽ തൊട്ടടുത്ത നാട്ടിലേക്ക് ഹിജ്റ പോയിട്ടെങ്കിലും പലായനം ചെയ്തിട്ടെങ്കിലും ദീനുമായി അവർ രക്ഷപ്പെടണം എന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾക്ക് തോന്നുകയാണ് ഞാൻ ഇവിടെ നിന്നാ കള്ളുകുടിക്കും, ഇവിടെ നിന്നാൽ വ്യഭിചരിക്കും, അങ്ങനെ ഒരാൾക്ക് തോന്നുന്നുണ്ടോ? ഇയാൾക്ക് അത് ഒഴിവാക്കാൻ പറ്റൂലേ? എന്നാ വേഗം നാട്ടിലേക്ക് പിടിക്കാൻ നല്ലത്, അല്ല വേറെ ഏതെങ്കിലും രാജ്യത്തേക്ക് പോകാൻ നല്ലത്. സുരക്ഷിതത്വം എവിടെയാണോ അങ്ങോട്ട് പോകണമെന്നാണ്. ചില ജോലി സാധ്യതകൾ അങ്ങനെയാണ്. ആ ജോലിയിൽ എന്തായാലും പെണ്ണുങ്ങളും അല്ലാത്തവരൊക്കെ ആ കൂട്ടത്തിലുണ്ട്. എന്തായാലും എനിക്ക് ഫിത്നയാണ്, പൈസ ഇട്ടുണ്ട്, സംഗതി ശരിയാണ്, പക്ഷേ എൻ്റെ ദീൻ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. വ്യഭിചാരത്തിലേക്കുള്ള സാഹചര്യങ്ങൾ അവിടെയുണ്ട്. എൻ്റെ നിസ്കാരം നഷ്ടപ്പെടുന്നുണ്ട്, എനിക്ക് ജമാഅത്ത് ലഭിക്കണില്ല, എൻ്റെ ജുമുഅ പോലും നഷ്ടപ്പെടുകയാണ്. അങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങൾ ഉണ്ടെങ്കിൽ അതില്ലാത്തൊരു ജോലിയിലേക്ക് മാറാൻ ഒരു മനുഷ്യൻ തീരുമാനമെടുക്കണം. ഖൽബ് കൊണ്ട് നമ്മൾ തീരുമാനമെടുത്താൽ അല്ലാഹു തആല വഴി എളുപ്പാക്കി തരുന്നതാണ്. അത് നമ്മൾ ഖൽബ് കൊണ്ട് പറയണം. അല്ലാഹു അതിനെ തൗഫീക്ക് ചെയ്യട്ടെ. പല ആളുകളുടെയും ജോലി അങ്ങനെയാണ്, പല കാര്യങ്ങളും അങ്ങനെയാണ്. അള്ളാഹുവിനോട് ഒരു ബദൽ സംവിധാനം റബ്ബിനോട് ചോദിച്ചാൽ അല്ലാഹു തആല തരും, അല്ലാഹു തആല തരും. ഒരു സുഹൃത്ത് ഇന്ന് ഒരു മെസ്സേജ് ഞാൻ കണ്ടു. അദ്ദേഹം ആ വിഷയം അങ്ങനെയാ പറഞ്ഞു. അദ്ദേഹം പലിശ സംബന്ധമായ ഒരു ജോലിയിലായിരുന്നു അദ്ദേഹത്തിന് ജോലി ഉണ്ടായിരുന്നത്. അപ്പൊ അദ്ദേഹം അത് പറ്റുമോ എന്നൊക്കെ ചോദിച്ച് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ മാറാൻ വേണ്ടി പറഞ്ഞിരുന്നു. അദ്ദേഹം പറഞ്ഞു, നാളെയാണ് ഞാൻ പുതിയ ജോലിയിലേക്ക് മാറുന്നത്, എൻ്റെ പഴയ ജോലി ഞാൻ വിട്ടു, എനിക്ക് ഖൈറായ ജോലി വേറെ കിട്ടിയിരുന്നു. ഇപ്പോൾ ഞാൻ ഇന്ന് വായിച്ച അൽഹംദുലില്ലാഹ്. ആ ചെറുപ്പക്കാരൻ ഉണ്ടോ ഇല്ലെന്ന് അറിയില്ല. ഞാൻ ദുബൈയിൽ നിന്നാണ്, എവിടുന്ന് വിട്ടതെന്ന് എനിക്കറിയില്ല. മെസ്സേജിൽ കാണുന്നുണ്ട്. അല്ലാഹു തആല നമ്മുടെ ജോലിയിലൊക്കെ ബർക്കത്ത് തരട്ടെ. പൈസ കിട്ടലല്ല ബുദ്ധിമുട്ട്, പൈസ അല്ലാഹു തആല പല വഴിക്കും കൈ തന്നെന്ന് വരും. പക്ഷെ അത് ഹലാലായ വഴിയിലൂടെ ആണോ അല്ലയോ? ദീന് കൊണ്ടുള്ള ഒരു ദീനിന്റെ സംരക്ഷണം കൊണ്ട് നമ്മൾ സംരക്ഷണത്തിന് വേണ്ടി ത്യാഗം ചെയ്യേണ്ടി വരും. അപ്പൊ അത് ജോലിയിലാണെങ്കിൽ അങ്ങനെ, ചില കച്ചവട സ്ഥാപനങ്ങൾ അങ്ങനെയാണ്, ചില ജോലി സാഹചര്യങ്ങൾ അങ്ങനെയാണ്, ചില നാടുകൾ അങ്ങനെയാണ്. പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവും. നാട്ടിലൊക്കെ നല്ല മക്കളായി ജീവിച്ച് ഇവിടെ ഒന്ന് കേടന്നു പോണ എത്ര ചെറുപ്പക്കാരുണ്ട്. കണ്ട ബാറിലും പബ്ബിലും ഹബ്ബിലും ഒക്കെ കയറിയിട്ട്, അല്ലെങ്കിൽ നേരെ മറിച്ചു നാട്ടിലെ കുരുത്തം കിട്ട് നടന്നിട്ട് ഇവിടെ വന്ന് നല്ല സ്വാലിഹീങ്ങളായി മാറി എത്രയോ നല്ല മക്കളുണ്ട്, ഇല്ലേ? അൽഹംദുലില്ലാഹ്. ഊർക്ക് നല്ലത് ഇവിടെ തന്നെ നിൽക്കലാണ്. മറ്റേ കൂട്ടർക്ക് നല്ലത് നന്നാവാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണ്, ഇവിടുന്ന് വിടലാ നല്ലത്. ജോലികളും അങ്ങനെയാണ്. ഇത് പഠിപ്പിക്കാനാ വിശുദ്ധ സൂറത്തുൽ കഹ്ഫിന്റെ ആദ്യ ഭാഗം ഫിത്നത്തു ദീനിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായത്. കാരണം മസീഹുദ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് കാവലുണ്ട് എന്ന് പറഞ്ഞ സൂറയിൽ മസീഹുദ് ദജ്ജാൽ തരുന്ന 4 ഫിത്നകളാണ്: ഫിത്നത്തു ദീൻ, ഫിത്നത്തുൽ മാൽ, ഫിത്നത്തുൽ ഇൽം, ഫിത്നത്തുൽ സൽഫ. ഈ 4 ഫിത്നകൾ മസീഹുദ് ദജ്ജാലിന്റെ കൂടെയുണ്ട്. അത് 4ഉം ഈ സൂറയിൽ പരാമർശിക്കപ്പെട്ടു എന്നത് വലിയൊരു അത്ഭുതമാണ്. മസീഹുദ് ദജ്ജാൽ ആദ്യം വന്ന് എന്താ ചോദിക്കുക? സുഖാണോ, റാഹത്ത് തന്നെയാണോ എന്നാ ചോദിക്കുക? അല്ല. അതുഅ്മിനു ബി അനല്ലാഹ്, ഞാൻ അല്ലാഹു ആണെന്ന് നീ വിശ്വസിക്കുമോ ഇല്ലയോ? അത് ചിലപ്പോൾ ഒരു സദസ്സിനോടായിരിക്കും ചോദിക്കുക, ഒരു ഗ്യാതറിങ്ങിനോടായിരിക്കും ചോദിക്കുക, ഒരു വ്യക്തിയോടാവാം ചോദിക്കുക. അത് ഇല്ല എന്ന് പറഞ്ഞാൽ അവന്റെ കൂടെയുള്ള അവന്റെ സൈന്യമുണ്ട്, പിടിച്ചു വെക്കും, അവരെ ക്രൂശിക്കും, അവർക്ക് കൂടെ തീ കൊണ്ട് നടക്കുമെന്നാണ്, അതിലേക്ക് വലിച്ചെറിയും. ഈമാൻ ശക്തിയില്ലാത്ത ആളുകൾ മുഴുവനും പതറുമെന്നാണ്. കാരണം അവൻ അത്ഭുതം കാണിക്കുന്ന ആളാണ്. ആകാശത്തേക്ക് നോക്കിയിട്ടേ ഒരു മേഘം പടലം പോലും കാണുന്നില്ല ആകാശത്ത്. യാ സമാഉ അംതുരി, ആകാശമേ മഴ പെയ്യണേ എന്ന് പറഞ്ഞാൽ തുരുതുരാ മഴ പെയ്യും. അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ അവിടെ നിൽക്കും. ഇതൊക്കെ കണ്ടിട്ട് ചോദിക്കാൻ, ഞാൻ പടച്ചവനാണെന്ന് നീ വിശ്വസിക്കുന്നില്ലേ?
ഏത് യുക്തിവാദിയും എന്ന് പറഞ്ഞു പോയേക്കും. അള്ളാഹു ഈമാനുള്ളവരെ രക്ഷപ്പെടുത്തും. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ആ കാലത്തിലേക്കൊക്കെ നമ്മൾ അടുത്തെത്തിക്കഴിഞ്ഞു എന്നാണ് സാഹചര്യവും ഇപ്പം നടക്കുന്ന ഇപ്പോഴത്തെ കറന്റ് അഫയേഴ്സ് ഒക്കെ നോക്കിയാൽ നമുക്ക് ബോധ്യപ്പെടുന്നത്. വളരെ വൈകാതെ തന്നെ മൂപ്പര് വരാൻ നേരായിട്ടുണ്ടെന്നാണ്. ഫിത്നത്തു ദീനാണത്. ദീനിലുള്ള ഫിത്ന, ഒരു മനുഷ്യന്റെ ഈമാൻ നഷ്ടപ്പെടുന്ന പണിയാണത്. അവനെ ദൈവമാണെന്നോ പടച്ചവനാണെന്നോ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പുറത്തുപോയി. അവൻ ഉദ്ദേശിക്കുന്നതും അതാണ്. മുഅ്മിനീങ്ങളായ ആളുകൾ പറയും, അൻത ദജ്ജാലുൽ കദ്ദാബ് അല്ലദീ അൻദറനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങൾക്ക് താക്കീത് തന്ന പിശാചാണ് നീ, മസീഹ് ദജ്ജാലാണ് നീ, നിന്നെ ഞങ്ങൾ വിശ്വസിക്കൂല എന്ന് മുഅ്മിനീങ്ങൾ പറയും. അവരെ പിടിച്ചവൻ തീയിലേക്ക് എറിയും. ഫഹിയൽ ജന്ന, അത് സ്വർഗ്ഗത്തിന്റെ സുഖമാണ് അവർക്ക് നൽകുക. തീയിന്റെ വേദന ഈ വിശ്വാസികൾക്ക് ഉണ്ടാവുകയില്ലെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യമായി ഇടപെടുന്നത് ഫിത്നത്തു ദീനിലാണ്. ദീനിൽ ഉള്ള ഫിത്നയാണ്. മുഅ്മിനീങ്ങൾ പറയും, മസീഹ് ദജ്ജാലിനെ നോക്കിയിട്ട് പറയും, ഞങ്ങളുടെ അല്ലാഹു കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തവനാണ്. അള്ളാഹുവിനെ ഈ ലോകത്ത് കണ്ടുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് അള്ളാഹു പറഞ്ഞു. പിന്നെ അള്ളാഹു ന്യൂനതകളില്ലാത്തവനാണ്. അള്ളാഹുവിന്റെ നാമങ്ങൾ പോലും മനോഹരമാണ്. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, to him belong all the handsome names. എല്ലാ മനോഹരമായ പേരുകളും അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹുവിന്റെ ഇസ്മുകളാണ് റഹ്മാനുർ റഹീമുൽ മലിക്കുൽ ഖുദ്ദൂസുസ് സലാം അൽ മുഅ്മിനുൽ മുഹൈമിനുൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ. സർവമാന അധികാരത്തിന്റെയും സർവമാന ഐശ്വര്യത്തിന്റെയും എല്ലാ ഗുണങ്ങളും ഒരുമിച്ച് കൂടിയ അള്ളാഹു. ആ റബ്ബിന്റെ നാമം മനോഹരം എന്ന് മാത്രമല്ല, ഇന്നല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്. ഭംഗി അള്ളാഹുവിന് ഇഷ്ടവുമാണ്. മസീഹു ദജ്ജാൽ, നീ ഒറ്റക്കണ്ണനാണ്, നിനക്കൊരു കണ്ണല്ലേ ഉള്ളൂ. അള്ളാഹു ന്യൂനതയുള്ളവനല്ല, സത്യവിശ്വാസികൾ പറയും. ചില കാർട്ടൂൺ ഫിഗറുകൾ ഒറ്റക്കണ്ണന്മാരായ ചില മഞ്ഞ കുട്ടികൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ? എന്താണ് കുട്ടികളുടെ പേരെന്നാണ്? ഡിസ്പെക്റ്റബിൾ മീ ഒക്കെയാണോ കൊണ്ടുവന്നത്? എന്തൊന്നും അറിയാത്ത പോലെ ആ കുട്ടിക്ക് എന്തെങ്കിലും പേരുണ്ടോ? ഒറ്റക്കണ്ണില്ല കുറച്ച് ബമ്മ കുട്ടികളല്ലേ? ചില ടോയ്കളും കാണുന്നുണ്ട് അങ്ങനെ. ചില ഗെയിമുകൾ അങ്ങനെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഒരു കണ്ണ്, നടുവിലൊരു കണ്ണ് മാത്രം, മൂക്കില്ല വായില്ല ഒന്നുമില്ല. ഇതൊക്കെ ചെറിയ ബ്രെയിൻ വാഷിങ്ങിന്റെ ചില സൂചനകളാണ്. ഇങ്ങനെയുള്ള ആളൊക്കെ വരാൻ പോകും. അല്ല ഇപ്പൊ എങ്ങനെ ഒറ്റക്കണ്ണിന് മാത്രം കൊടുക്കുക? $1 പുറത്തുള്ള ആ ഒരു ട്രയാങ്കിളിന്റെ മുകളിൽ ഒറ്റക്കണ്ണ് കാണുന്ന പോലെ മസീഹു ദജ്ജാലിന്റെ ചിഹ്നമാണത്. സർവ്വ തിന്മയുടെയും ആളുകൾ ഉദ്ധരിക്കുന്നത് മസീഹു ദജ്ജാലിന്റെ ഒറ്റക്കണ്ണാണ്. അവൻ ഒറ്റക്കണ്ണനാണ്. ഈ കാർട്ടൂൺ ഫിഗറൊക്കെ നമ്മുടെ ചെറിയ മക്കൾ ഇങ്ങനെ കണ്ടു തുടങ്ങിയാലേ മസീഹു ദജ്ജാൽ, ആ കുഴപ്പമില്ല, നമ്മളെ ഗെയിം കാണുന്ന ആളാണല്ലോ പോയി ലൈവായിട്ട് വന്നത്, അത്രേ പറയുള്ളൂ. അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. സത്യവിശ്വാസികൾ പറയും, അള്ളാഹു ഇങ്ങനെ ന്യൂനതകളുള്ളവനല്ല, അള്ളാഹു ന്യൂനതയുള്ളവനല്ല, നീ ഒറ്റക്കണ്ണനാണ്, വികൃതനാണ്. അള്ളാഹു ഇങ്ങനെയല്ലല്ലോ, ഞങ്ങളുടെ റബ്ബി എത്രയോ പരിശുദ്ധനാണ്. അതുമാത്രമല്ല, നിന്റെ നെറ്റിയിൽ എഴുതി വെക്കപ്പെട്ടിട്ടുണ്ടല്ലോ കഫറ, അവിശ്വാസിയാണ് എന്ന ആ ഒരു വാക്ക് നിന്റെ നെറ്റിയിൽ എഴുതിയിട്ടുണ്ടല്ലോ. ഇത് ഈമാനുള്ളവരുടെ കണ്ണുകൊണ്ട് വായിച്ചെടുക്കാൻ കഴിയും. മുസ്ലിമാണോ? അറബ് എഴുതാനും വായിക്കാനും പഠിച്ചില്ലെങ്കിൽ പോലും ഈ 3 അക്ഷരങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും. യഖറഉഹു കുല്ലു മുഅ്മിനിൻ കാതിബിൻ വഗൈരി കാതിബ്. എഴുത്തും വായനയും അറിയുന്നവരും അറിയാത്തവരുമായ സർവ്വ മുഅ്മിനീങ്ങൾക്കും, കണ്ണ് കാണുന്നവർക്കും കാണാത്തവർക്കൊക്കെ ഇവന്റെ കഫറ കാണാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവങ്ങനെ പറയും, നീ അവിശ്വാസിയാണ്. പിന്നെ ഞങ്ങളുടെ റസൂല് പറഞ്ഞു, നിനക്ക് ഞങ്ങളുടെ മക്കയിലും മദീനയിലും ജെറൂസലേമിലെ മസ്ജിദുൽ അഖ്സായിലും നിനക്ക് കടക്കാൻ കഴിയില്ലല്ലോ. ഈ അടയാളങ്ങൾ 4 നോക്കിയിട്ട് സത്യവിശ്വാസികൾ പറയും, അൻത കദ്ദാബ്, നീ നുണയനാണ്, നുണ പറയുന്ന ആളാണ്. ദജ്ജാൽ എന്ന വാക്കിന്റെ അർത്ഥവും അത് തന്നെയാണ്. വലിയ കളവ് പറയുന്ന ആളെന്നാണ്. വലിയ കളവ് പറയുന്ന ആളെന്നാണ് ആ വാക്കിന്റെ തന്നെ അർത്ഥം. അങ്ങനെ വിശ്വാസികൾ അവനെ തിരിച്ചറിയും. ദീനിൽ ഒരു ഫിത്നയുമായി വരുന്ന ആളാണ്. 7 ഗുഹാവാസികൾക്കുണ്ടായ ഫിത്ന എങ്ങനെയാണ്? സൂര്യനെ ആരാധിക്കണമെന്ന അവിടുത്തെ രാജാവ് പറഞ്ഞത്, അത് ഞങ്ങൾക്ക് സാധ്യമല്ലെന്ന് പറഞ്ഞ് ആ ദഖയാനൂസ് എന്ന് പറയുന്ന രാജാവിൽ നിന്ന് ഓടി ഒളിച്ചുപോയ 7 യുവാക്കളുടെ ചരിത്രമാണത്. അങ്ങനെ ഒരു ഫിത്ന വന്നാൽ എങ്ങനെയാണ് നമ്മൾ അതിനെ അതിജീവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ കഥ വിവരിച്ചു തന്നതിന്റെ ശേഷം എന്താണ് അതിന്റെ പ്രതിവിധി എന്നുകൂടെ പറഞ്ഞു തന്നിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
واصبر نفسك مع الذين يدعون ربهم بالغداة والعشي يريدون وجهه ولا تعد عيناك عنهم تريد زينة الحياة الدنيا ولا تطع من أغفلنا قلبه عن ذكرنا واتبع هواه وكان أمره فرطا. നബിയെ, നിങ്ങൾക്ക് ദീനിൽ ഒരു ഫിത്ന വന്നാൽ, ഒറ്റക്ക് ജീവിച്ചാൽ തിന്മയിലായി പോകും. ഒറ്റക്ക് നടന്നാൽ പ്രേമത്തിലും അനുരാഗത്തിലും കള്ളുഷാപ്പിലും വ്യഭിചാരശാലയിലും ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്ന പക്ഷം ഈമാൻ രക്ഷപ്പെടുത്താൻ നബിയെ ഉമ്മത്തികൾക്ക് പറഞ്ഞു കൊടുക്കണം. വസ്ബിർ നഫ്സക്, നിങ്ങൾ ക്ഷമയോടുകൂടെ നിലനിന്നു പോരണം. ആരുടെ കൂടെ? മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽഗദാതി വൽ അശി, രാവിലെയും വൈകുന്നേരവും. ഒരു ദിവസത്തിന്റെ രണ്ടക്ഷങ്ങളിൽ ആരംഭവും അവസാനവും നല്ലതാണെങ്കിൽ അതിന്റെ ഇടയിലുള്ളത് ഡെഫിനറ്റ്ലി നല്ലത്. മുഴുസമയവും അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന സത്യവിശ്വാസികളോടുകൂടെ നിങ്ങൾ ക്ഷമയോടുകൂടെ നിന്നു പോരേണമേ. നിങ്ങൾ ഒറ്റക്ക് നടക്കരുത്, ഒരു സംഘത്തിന്റെ കൂടെയാവുക. മുഅ്മിനീങ്ങളുടെ ഒരു സംഘത്തിന്റെ കൂടെ നിൽക്കണം. എപ്പോഴും ഒറ്റക്കായി കഴിഞ്ഞാൽ പിശാച് തട്ടിക്കൊണ്ടുപോകും. ഇന്നമാ യഅകുലു الذئب من الغنم القاصية, ഒറ്റക്ക് നടക്കുന്ന ആടിൻ